ഇപ്പൊ കുറച്ചു മുന്നേ ലൈവില് ഈ സാബുവും അതോടൊപ്പം തന്നെ ഷാനവാസും തമ്മിലൊരു സംസാരം ഉണ്ടായിരുന്നു. ഈ ലിവിംഗ് ഏരിയയിലെ സോഫയിൽ വന്നിരുന്നുകൊണ്ടാണ് അവർ സംസാരിച്ചത്. അതിൽ തന്നെ ഈ അക്ബറിന്റെ അവിടെയുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അക്ബറിന്റെ പാട്ടുകൾ, ഈ കുത്തി കുത്തിക്കൊണ്ടുള്ള പാട്ടുകൾ, അതൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. അനീഷിനെതിരെയും അനുമോക്കെതിരെയും ഒക്കെ തന്നെയുള്ള. അപ്പോ അതിനെക്കുറിച്ച് ഇങ്ങനെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഷാനവാസ്, അതുപോലെ തന്നെ സാബു, അതിനുശേഷം ഈ സാബു ചില സംശയങ്ങളൊക്കെ തന്നെ ചോദിച്ചു. അതായത് സാബു പറയുന്ന കാര്യങ്ങളാണ് ഈ അനീഷേട്ടന്റെ ചില കാര്യങ്ങൾ, അനീഷേട്ടനെ ഇനി അങ്ങോട്ട് ഇതാവുന്നില്ല, അത് എന്ന് വെച്ചാൽ എനിക്കൊരു ഇഷ്ടപ്പെടുന്നില്ല ചില കാര്യങ്ങളൊക്കെ എന്നുള്ളത് സാബു പറയുന്നു. അതോടൊപ്പം തന്നെ സാബു പറയുന്നു, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇത് ഡ്രാമ വല്ലവുമാണോ എന്നുള്ള തരത്തിൽ ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇത് ഡ്രാമ കളിക്കുവാണോ എന്നുള്ള തരത്തിൽ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാബു പറയുന്ന ഒരു കാര്യമാണ് ഷാനവാസിന്റെ അടുത്ത്, നിങ്ങൾ തമ്മിൽ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ, അതോ ഒരു ഫേക്ക് എന്നുള്ള രീതിയിലുള്ള ഇതാണോ കാണിക്കുന്നത് എന്നുള്ള തരത്തിൽ ഷാനവാസിന്റെ അടുത്ത് സാബു ചോദിക്കുന്നു. അപ്പൊ ഷാനവാസ് പറയുന്നു, ഒരിക്കലും അല്ല, ഞാൻ മിത്രമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു രീതി കാണുന്നത്, സുഹൃത്തായിട്ടുള്ള ആ ഒരു ഇതാണ് അത്, അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള തരത്തിൽ ഷാനവാസ് പറഞ്ഞു. അതായത് അവിടെ ഡ്രാമയോ ഞങ്ങൾ തമ്മിൽ വേറെ തരത്തിലുള്ള ഡിസ്കഷനോ അങ്ങനെയൊന്നും അല്ല, അത് ഡ്രാമയല്ല എന്നുള്ള രീതിയിൽ ഷാനവാസ് തിരിച്ച് റിപ്ലൈ കൊടുത്തു. പക്ഷെ ഷാബു പറയുന്നു, അത് നിങ്ങൾ തമ്മിൽ അതാണോ ഇതാണോ എന്നുള്ള തരത്തിൽ കുത്തി കുത്തി ചോദിച്ചു. അപ്പോൾ ഷാനവാസ് തുറന്നു പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, ഇത് എനിക്കും അവനും ഇടയിലുള്ളത് ആ ഒരു തരത്തിലുള്ള ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നുള്ള തരത്തിൽ ഷാനവാസ് തിരിച്ച് മറുപടി കൊടുക്കുന്നു. അപ്പൊ സാബുവിന് അത് മനസ്സിലായി. ഷാനവാസ് തന്നെ പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ അവനെ കുറ്റപ്പെടുത്തും, അതോടൊപ്പം തന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെയും അവൻ കുറ്റപ്പെടുത്തും, ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ് ഞങ്ങൾക്കിടയിൽ എന്നുള്ള തരത്തിൽ ഷാനവാസ് പറയും. എന്തായാലും സാബു ശരിക്കും പറഞ്ഞ ഈ അനീഷിന്റെ ചില കാര്യങ്ങളിൽ സാബു ഇപ്പോഴും ഒരു പിടുത്തം കിട്ടാത്ത രീതിയാണ്. കാരണം സാബു ഇന്നലെ കൺഫെഷൻ റൂമിൽ ചെന്ന് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എനിക്ക് ഒട്ടും കണക്ട് ആവാത്ത ഒരു വ്യക്തി അനീഷ് ഏട്ടനാണ് എന്നുള്ളത്. ഇന്നിപ്പോ ഷാനവാസിനോടുള്ള സംസാരത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്, അനീഷിനോട് ഒരു ടച്ച് കിട്ടുന്നില്ല സാബുവിനെ എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.